ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും രാഗിതന വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ടേസ്റ്റി കൊഞ്ച് തീയൽ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇതൊരു 1/2 കിലോ കൊഞ്ചാണ് തോടോട് കൂടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഞാനൊരു 5-6 കൊഞ്ചിൻ്റെ തലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിൽ ഫ്ലഷ് മാത്രം എടുത്താൽ മതി. പക്ഷേ തലയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഇട്ട് നോക്കുവേ. പാത്രത്തിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതൊരു മീഡിയം സൈസ് തേങ്ങയാണ്. തേങ്ങയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു ബ്രൗൺ കളർ വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് വരെ നല്ലപോലെ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ലതുപോലെ വറുത്തെടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാണ്ട് തന്നെ അടിച്ചെടുക്കുക. അങ്ങനെ ഞാൻ 2 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി, തക്കാളി, മുളക്, അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ആയാലും മതി, പക്ഷേ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പം അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത്രയും സംഭവങ്ങളൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. കടുക്, വറ്റൽമുളക്, കറിവേപ്പില അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി, തക്കാളി, മുരിങ്ങയ്ക്കയില്ലേ അതെല്ലാം കൂടെ ഒന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് അതെല്ലാം ആ ഉള്ളിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കൊഞ്ചുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് തലയും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ. അതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൊഞ്ച് മിക്സ് ചെയ്താലും പൊടിഞ്ഞൊന്നും പോകത്തില്ല. അതിനുശേഷം നമുക്ക് ഇനി ഒഴിക്കേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങ അരച്ചതില്ലേ അതാണ്. അതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെന്ന് പറഞ്ഞാൽ പുളിവെള്ളമാണ്. ഒരു ശകലം പുളിവെള്ളവും കൂടെ ഒഴിക്കുക, പുളി കലക്കിയത്. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല മണം വരും. കൊഞ്ച് തീയലിൻ്റെ അടിപൊളി മണം വരും കേട്ടോ. തലയും കൂടി ഇട്ട് വെച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ തല നമുക്ക് ചവച്ച് കഴിക്കുകയും ചെയ്യാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്ന് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം കമൻറ്റും ചെയ്യണം. കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ട് ചെയ്യണം. ഞാൻ കാത്തിരിക്കും കേട്ടോ കമൻറ്റ് ചെയ്യണേ. കൊഞ്ചിൻ്റെ തലയിട്ട് വെച്ചിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇഷ്ടമില്ലാച്ചാൽ ചെയ്യണ്ട. ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.